بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 156 ഫുർഖാൻ സൂറത്തിൽ നിന്നുള്ള 33-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. ولا يأتونك അവർ നിന്റെ അടുക്കൽ വരികയില്ല. ആര്? മക്കയിലുള്ള മുശ്രിക്കീങ്ങള് റസൂലിന്റെ അടുത്ത് വരികയില്ല എന്നാണ് പറയുന്നത്. അള്ളാഹു പറയുന്നു, വലാ യഅ്തൂനക അവർ നിന്റെ അടുക്കൽ വരികയില്ല ബി മസലിൻ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട്. നിന്നെ സംബന്ധിച്ചോ ഖുർആനെ സംബന്ധിച്ചോ എന്തെങ്കിലും ന്യൂനതകൾ പറഞ്ഞു വരില്ല. ഇല്ലാ ജയിനാക്ക നാം നിന്റെ അടുക്കൽ വന്നിട്ടല്ലാതെ. അപ്പൊ അവര് എന്തൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ടോ അതിന് നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ അതിന് ശരിയായ മറുപടിയും വ്യക്തമായ വളരെ വിശദമായ മെച്ചപ്പെട്ട വ്യാഖ്യാനവുമായിട്ട് നിന്റെ അടുത്ത് നമ്മൾ വരും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ വലായത്തൂനക്ക അവർ നിന്റെ അടുത്ത് വരില്ല ബി മസലിൻ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നിന്നെ സംബന്ധിച്ചോ പ്രവാചകനെ സംബന്ധിച്ചോ ഖുർആനെ സംബന്ധിച്ചോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവര് നിന്റെ അടുത്ത് വരിക. അങ്ങനെ വരികയില്ല. ഇല്ല ജയനാക്ക നമ്മൾ നിന്റെ അടുത്ത് വന്നിട്ടല്ലാതെ ബിൽ ഹഖ് അതിന്റെ യാഥാർത്ഥ്യം ഇന്നതാണെന്ന് വിവരിച്ചുകൊണ്ട് നമ്മൾ വിവരിച്ചു തരും. വാഹ്സന തഫ്സീറ മെച്ചപ്പെട്ട വ്യാഖ്യാനവും നിനക്ക് തരും അതിൽ. അപ്പോ അവര് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിന് പ്രതിരോധിച്ചുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ വിഷയം ഇന്നതാണെന്ന് വ്യാഖ്യാനിക്കുകയും അത് നിന്നെ അറിയിക്കുകയും ചെയ്യും എന്നാണ് ഇതിൻ്റെ ആശയം. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. 34-ാമത്തെ ആയത്താണ്. അല്ലദീന യഹ്ശറൂന അലാ വുജൂഹിഹിം. അല്ലദീന ഒരു കൂട്ടർ. എങ്ങനെയുള്ളവരെ? യഹ്ശറൂന അവരെ വലിച്ചിഴച്ച് കൊണ്ടുവരപ്പെടും ഇലാ ജഹന്നമ ജഹന്നമിലേക്ക്. അപ്പോൾ മുശ്രിക്കീങ്ങള് കുഫാറുകള് അള്ളാഹുവിന്റെ ആജ്ഞകളെ ധിക്കരിച്ച് ജീവിച്ച് മരിച്ചുപോയ ആളുകൾ അവരെ ജഹന്നമിലേക്ക് കൊണ്ടുവരിക അലാ വുജൂഹിഹിം അവരുടെ മുഖത്തിന്മേലായിട്ടാണ്. ജഹന്നമിലേക്ക് ജഹന്നമാവുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചിഴച്ചു കൊണ്ടുവരപ്പെടും. യഹ്ശറൂന അലാ വുജൂഹിഹിം ഉലൈക അവര് ഷർറും മക്കാനൻ അവരുടെ സ്ഥാനം വളരെ മോശമായതാണ്. അവർ നിലകൊള്ളുന്ന സ്ഥാനങ്ങൾ വളരെ മോശമാണ്. അത് നരകമാണ്. വദല്ലു സബീല അവര് വഴിപിഴച്ചവരുമാണ്. അപ്പൊ ഈ മുഖത്തിന്മേലായിട്ട് കൊണ്ടുവരപ്പെടുമെന്ന് പറഞ്ഞത് മുഖം കുത്തിയിട്ടാണ് മഹ്ശറയിലേക്ക് അവരെ വലിച്ചഴിച്ച് കൊണ്ടുവരപ്പെടും. ഇത് ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് സംശയം ഉന്നയിച്ചു റസൂലിനോട്, എങ്ങനെയാണ് മുഖം കുത്തിക്കൊണ്ട് നടന്നു വരിക? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലദീ അംശാഹു അലാ റിജ്ലൈ ഖാദിറുൻ അലാ അൻ യുമശ്ശിയഹു അലൽ വുജൂഹ്. കാലിന്മേൽ നടത്തിയ അല്ലാഹുവിന് മുഖത്തിന്മേൽ നടത്താൻ കഴിവുണ്ട്. ഈ നടക്കുന്നത് ഈ ജാതിയിൽ, സംസാരിക്കുന്നത് അവയവങ്ങൾ സംസാരിക്കുക എന്നല്ലേ പറഞ്ഞത് യാസീൻ സൂറത്തില്.
വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്ന് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വെച്ചിട്ട് അവരുടെ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വായക്ക് സീല് വെക്കും. പിന്നെ സംസാരിക്കല് തുക്കല്ലിമുന ഐദീഹിം നമ്മളോട് സംസാരിക്കുന്നവരുടെ കൈകളാവും. സംസാരിക്കുന്ന വിഷയത്തിന് സാക്ഷി പറയുന്നത് കാലുകളാവും. മുത്തശ്ശദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അപ്പൊ കൈകൊണ്ട് ഇന്നതെല്ലാം ചെയ്തു എന്നുള്ള കാര്യം പറയുന്നത് കൈകളാവും. കാലതിന് സാക്ഷി നിൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചോ പരിചയിച്ചോ നിലയിലല്ല ആഖിറത്തിലെ കാര്യങ്ങൾ. നടക്കുന്നത് മുഖം കൊണ്ട് നടക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് എളുപ്പമാണെന്ന് സഹാബത്തിനോട് റസൂൽ പറഞ്ഞു കൊടുത്തു. ഈ ആയത്തിന്റെ തഫ്സീറിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീ യംശാ അലാ റിജ്ലൈനി ഖാദിറുൻ അലാ അൻ യുമശ്ശിയഹു അലൽ വുജൂഹ്. പിന്നെ അപ്പോ അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നമ ഉലൈക ശർറുൻ മക്കാനൻ. അവര് നിലകൊള്ളുന്ന സ്ഥാനം വളരെ മോശമാണ്. വഅളല്ലു സബീല, ഏറ്റവും പിഴച്ച മാർഗവുമാണ് അവരുടെ. ഇത് 34-ാമത്തെ ആയത്താണ്. 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് വലഖദ് ആതൈനാ മൂസൽ കിതാബ വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറാ. വലഖദ് ആതൈനാ, തീർച്ചയായും, വല്ലാഹി വാ എന്ന് പറഞ്ഞാൽ അവിടെ വാവിന്റെ കസ്മിന്റെ വാവാണത്. അള്ളാഹുവിനെ തന്നെ സത്യം. ലഖദ് ആതൈനാ, തീർച്ചയായും നമ്മൾ നൽകി മൂസ അലൈഹിസ്സലാമിനാൽ കിതാബ, വേദഗ്രന്ഥത്തെ. മൂസ നബി അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം നൽകി എന്ന് പറഞ്ഞാൽ തൗറാത്ത് കൊടുത്തു. തൗറാത്ത് കൊടുക്കാനായിട്ട് വായദനാ മൂസ 40 ലൈലത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് 40 രാത്രി മൂസ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ട് ആ 40 രാത്രി തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയും അള്ളാഹുമായിട്ട് മുനാജാത്ത് നടക്കുകയും ചെയ്തിട്ടുള്ള വിഷയം നമ്മൾ ത്വാഹ സൂറത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂസ നബിക്ക് നമ്മൾ കിതാബ് കൊടുത്തു. അത് തൗറാത്താണ് ഉദ്ദേശം. വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറ. മൂസ നബിയോട് കൂടെ നമ്മൾ ആക്കി അഖാഹു, അദ്ദേഹത്തിന്റെ സഹോദരന്, ഹാറൂന അഥവാ ഹാറൂൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിന്. ഈ ഹാറൂന് മൂസ നബിയോട് കൂടെ വസീറൻ, ഒരു സഹായിയാക്കി. മൂസ നബിയോട് കൂടെ എന്ന് പറഞ്ഞാൽ മൂസ നബിക്ക് റിസാലത്ത് കൊടുത്തു. അങ്ങനെ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, ഫിർഔന്റെ അടുത്തേക്ക് ഈ ദൗത്യവുമായിട്ട് അല്ലാഹു തആല അയക്കുകയാണ്. അപ്പൊ അയക്കുമ്പോൾ അല്ലാഹു തആല മൂസ നബിയോട് ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം അവിടെ പറഞ്ഞെന്തെന്നാ, ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു അൻ യുകദ്ദിബൂൻ. പടച്ചോനെ, ഞാൻ അവരിൽ ഒരാളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അവരെന്നെ കൊന്നുകളയും. വഅഖീ ഹാറൂനുഹു അഫ്സഹു മിന്നി. ഇപ്പൊ ഖസസ് സൂറത്തിൽ നമ്മൾ എടുത്ത ആയത്താണ് ഞാൻ പറയുന്നത്. വഅഖീ ഹാറൂനു, എൻ്റെ സഹോദരൻ ഹാറൂൻ, അഫ്സഹു മിന്നി ലിസാനൻ, എന്നെക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അർസിൽ മഅയ്യ ലിദഅൻ യുസദ്ദിഖുനി, ഹാറൂനെ കൂടി എൻ്റെ കൂടെ അയച്ചു തരണം എന്നെ സഹായിക്കാൻ വേണ്ടി. ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ, അവരെ എന്നെ കളവാക്കും. അപ്പോൾ അതിന് പറ്റിയ മറുപടി ഇതൊക്കെ കൊടുക്കാൻ ഹാറൂൻ കൂടെ ഉണ്ടെങ്കിൽ, എന്നേക്കാൾ നന്നായി സംസാരിക്കാൻ കഴിയുള്ള
ആളാണ് ഹാറൂൻ. അതുകൊണ്ട് ഹാറൂനും കൂടി എൻ്റെ കൂടെ റിസാലത്ത് നൽകിയിട്ട് അയച്ചു തരണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ അതനുസരിച്ച് അല്ലാഹു തആല അത് സമ്മതിക്കുകയും ചെയ്തു. ഹാറൂന് അയച്ചു കൊടുത്തു. ഇത് ഖസസ് സൂറത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 24-ാമത്തെ ആയത്ത്, 33-34 ആയത്ത്. പിന്നെ ത്വാഹ സൂറത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ത്വാഹ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ പറയാം. ഇദ്ഹബീല ഫിറഔന ഇന്നഹു നേരത്തെ പറഞ്ഞ ആയത്ത്, ഫിറഔന്റെ അടുത്തേക്ക് പോകണം, അവൻ വല്ലാതെ അതിർവിട്ട് കിടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ. അപ്പോൾ മൂസ നബിയുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ വായനന്മാരൊക്കെ പറയുന്ന കേൾക്കാറുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചോനെ, എൻ്റെ ഹൃദയം വിശാലത തരണം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു തരണം, സംസാരിക്കാൻ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമാറ് എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു തരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മൂസ നബി അള്ളാഹുവിനോട് പറഞ്ഞതാണ്. വജഅല്ലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ അഹ്ലിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹായി എനിക്ക് തരണം. അഥവാ ഹാറൂന അഖി, എൻ്റെ സഹോദരൻ ഹാറൂൻ റിസാലത്ത് നൽകി പ്രവാചകനാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഉസ്തുദ് ബിഹി അസ്രി വശരിക്കു ഫി അംരി, എൻ്റെ കാര്യത്തിൽ അവനും കൂടി പങ്കായിക്കൊണ്ട് എനിക്ക് ഫിറഔന്റെ അടുത്തേക്കൊക്കെ ധൈര്യമായി എന്ന് സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവണം. അതിനു വേണ്ടി ഹാറൂനെ കൂടി എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞത് ഖാല ഊതീത സൂലക യാ മൂസ, മൂസ നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാം ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ ഹാറൂനെയും അയച്ചു കൊടുക്കുന്നതാണ് സന്ദർഭം. അപ്പോ ഇത് ത്വാഹ സൂറത്തിൽ നിന്നുള്ള ആയത്താണ് ഞാനിപ്പോൾ പറഞ്ഞത്. ത്വാഹ സൂറത്തിലെ 23 മുതൽ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി മുതൽക്ക് ഖാല സൂലക ഔതീത സൂലക യാ മൂസ 36-ാമത്തെ ആയത്ത് വരെ. അപ്പോൾ വജഅൽനാ മഅഹു അഖാഹു ഹാറൂന, നമ്മളുടെ ഫുർഖാൻ സൂറത്തിലുള്ള ഈ ആയത്താണല്ലോ നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ തുടർന്ന് വായിക്കുകയാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ, മൂസ അലൈഹിസ്സലാമിന് നാം തൗറാത്ത് നൽകി. വജഅൽനാ മഅഹു, മൂസയോട് കൂടെ നമ്മൾ ആക്കി അഖാഹു അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഹാറൂനെ വസീറ സഹായിയാക്കി അയച്ചു കൊടുത്തു. അപ്പം പിന്നെ ഹാറൂനും പ്രവാചകനായി. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഫഖുൽനാ ഇദ്ഹബാ ഇലൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ ഫദമ്മർനാഹും തദ്മീറാ. ഫഖുൽനാ, നമ്മൾ പറഞ്ഞു, ഇദ്ഹബാ, നിങ്ങൾ രണ്ടുപേരും കൂടി പോവുക, ഇലൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയ ആളുകളുടെ അടുത്തേക്ക് പോകണം. അതാരാ? ഫിറഔനും അവൻ്റെ ജനങ്ങളുമാണ് കളവാക്കിയത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണം. അങ്ങനെ അവർ കളവാക്കിയപ്പോൾ ഫദമ്മർനാഹും തദ്മീറ, അപ്പോൾ അവർ പോവുകയും പോയപ്പോൾ അവർ പിന്നെ മൂസ നബി അലൈഹിസ്സലാമിനെയും ഹാറൂനെയും ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയും അങ്ങനെ ആ വിഷയം കുറച്ച് നീണ്ടുപോയി. അങ്ങനെ അവസാനം ഉണ്ടായത് ഫദമ്മർനാഹും തദ്മീറ, അവരെ നമ്മൾ ആകെ
പിന്നെ നശിപ്പിച്ചു, തരിപ്പണമാക്കി കളഞ്ഞു. പിന്നെ വഖൗമ നൂഹിൻ 37-ാമത്തെ ആയത്ത്, വഖൗമ നൂഹിൻ ലമ്മാ കദ്ദബു റുസുല. വഖൗമ നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൗമിനെയും എന്താ പിന്നെ പറയുന്നത്, അഗറഖ്നാഹും, അവരെ നാം മുക്കിക്കൊന്നു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. വഖൗമ നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ ലമ്മാ കദ്ദബു റുസുല, അവര് പ്രവാചകന്മാരെ കളവാക്കിയപ്പോൾ അഗറഖ്നാഹും, അവരെ നാം മുക്കി നശിപ്പിച്ചു. തൂഫാനുണ്ടായല്ലോ. മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ഹൂദ് സൂറത്ത് 11-ാമത്തെ സൂറത്തായ ഹൂദിൽ 38, 39, 40 ആയത്തുകൾ പറയുന്നുണ്ടത്. എത്രയോ കാലമാണ് നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചത്? 1000-ഓളം വർഷം. 950 വർഷം പ്രവാചകത്വമായിട്ട് ജനങ്ങൾക്ക് ഉത്ബോധനം ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ചു. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു. വളരെ കുറച്ച് ആളുകളെ ഇസ്ലാമിൽ വന്നുള്ളൂ. അപ്പം ആ വിഷയത്തിലേക്കുള്ള ഒരു സൂചന മാത്രമേ ഇവിടെ ഉള്ളൂ, ഒരായത്ത്. പക്ഷെ അതിൻ്റെ വിശദ വിവരങ്ങൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനങ്ങൾ നൂഹ് നബിയെ ധിക്കരിച്ചതും, അങ്ങനെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് തൂഫാനുണ്ടായി, അങ്ങനെ ആ വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും നശിച്ചത്. അതിന് മുന്നോടിയായിട്ട് അല്ലാഹു തആല ഓർഡർ കൊടുക്കുകയാണ്, കപ്പൽ നിർമ്മിക്കുക. ഇസ്നാഇൽ ഫുൽക ബി അയുനിന വഹീന, നമ്മളുടെ കൺമുന്നിലായിട്ട്, നമ്മളുടെ മേൽനോട്ടത്തിലായിട്ട് കപ്പൽ പണിയാം. നമ്മളുടെ നിർദ്ദേശം അനുസരിച്ച് കപ്പൽ പണിയാം. അപ്പം നിർദ്ദേശം അനുസരിച്ച് അള്ളാഹു നിർദ്ദേശിച്ച ഇത് മലമുകളിൽ വെച്ച് കപ്പൽ പണിയാനാണ്. സാധാരണ വെള്ളത്തിൽ വെച്ചിട്ടല്ലേ കപ്പൽ പണിയാൻ. ഡോക്കെല്ലാം നിർമ്മിച്ചു, ആ വെള്ളമൊക്കെ വറ്റിച്ചു, അതിൽ വെച്ചിട്ടാണ് കപ്പൽ പണിയാൻ. കപ്പൽ കണ്ട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ വെള്ളം തുറന്ന് വിടുക. അപ്പോൾ കപ്പൽ കണ്ട് വെള്ളത്തിലാവും കപ്പൽ. അതാണ് പുതിയ ടെക്നോളജി. അന്നത്തെ ടെക്നോളജി അനുസരിച്ച് അല്ല പറഞ്ഞു കൊടുത്ത ടെക്നോളജിയാണ് മലയുടെ മുകളിൽ വെച്ച് പണിയാൻ. അങ്ങനെ കപ്പൽ പണിയുമ്പോൾ നൂഹ് നബിയുടെ ജനങ്ങളിൽപ്പെട്ട പ്രധാനികളൊക്കെ അവിടെ വരും. വന്നിങ്ങനെ നോക്കിയിട്ട് അവര് ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചു പോകലാണ് അവർ പതിവ്. കുല്ലമാ മർറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറൂ മിൻഹു ഖാല ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂ. അങ്ങനെ പരിഹസിച്ചു പോകുമ്പോൾ, നിങ്ങൾ നമ്മളെ പരിഹസിക്കുകയാണല്ലേ, നിങ്ങളെ പരിഹസിക്കുന്ന പോലെ നമ്മൾ നിങ്ങളെയും പരിഹസിക്കുന്ന രംഗം വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് അങ്ങനെ കപ്പൽ പണി, മൂപ്പര് കപ്പൽ പണിയിൽ തന്നെ വ്യാപൃതനായിട്ട് ഇങ്ങനെ പോവുക. അള്ളയാണ് അതിൻ്റെ എഞ്ചിനീയർ. പിന്നെന്താ പേടിക്കാനുള്ളത്? അള്ളയാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടത്തുന്നത്. അള്ളാടെ നിർദ്ദേശം അനുസരിച്ചാണ് കപ്പൽ പണിയുന്നത്. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്നാഇൽ ഫുൽക ബി അയുനിന വഹീന, നമ്മളുടെ മേൽനോട്ടത്തിലായിട്ട് കപ്പൽ നീ പണിയാം. പിന്നെ മേൽനോട്ടത്തിൽ കപ്പൽ പണിയുന്നതിന് നമ്മുടെ നിർദ്ദേശം അനുസരിച്ച് ആവണം കപ്പൽ പണിയുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കപ്പൽ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ വലിയ പ്രമാണിമാർ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട്, എന്തത് മലമുകളിൽ വെച്ച് ആരെങ്കിലും കപ്പൽ പണിയും, ഭ്രാന്തനാണ് നൂഹ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോകും. അപ്പം അതിന് പറഞ്ഞ മറുപടിയാണ് നൂഹ് നബി വേറെ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ നമ്മളിപ്പോൾ പരിഹസിക്കുകയാണല്ലേ, കളിയാക്കുകയാണ്. അതുപോലെ നമ്മൾ തിരിച്ചും അങ്ങോട്ടും പരിഹസിക്കും കളിയാക്കും ചെയ്യുന്ന ഒരു രംഗം വരാൻ പോകുന്നുണ്ട് എന്ന് നൂഹ് നബി പറഞ്ഞു. അപ്പം അതാണ് ആ വിഷയം.
കപ്പൽ പണിയാൻ ഓർഡർ കൊടുത്തിട്ട് കപ്പൽ പണി നടന്ന് കുറെ കാലഘട്ടം നടന്നു. റുസുല, പ്രവാചകന്മാരെ കളവാക്കി. നൂഹ് നബിയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരാളെ കളവാക്കിയാലും എല്ലാ പ്രവാചകന്മാരെയും കളവാക്കിയ ഫലമാണ്. നൂഹ് നബിയുടെ കാലത്ത് ആ പ്രദേശത്ത് നൂഹ് നബി തന്നെ ഉള്ളൂ, ഒരു പ്രവാചകനാണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ വേറെ പ്രവാചകൻ ഉണ്ടാവും. ഇന്നത്തെ നമ്മളുടെ അവസാന പ്രവാചകൻ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം മുഴുവനും ഒരൊറ്റ പ്രവാചകൻ ഉണ്ടായുള്ളൂ. അത് നബിയാണ്, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നില്ല അത്. പ്രവാചകന്മാർ തന്നെ ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പൊ നൂഹ് നബി ഒരു പ്രദേശമാണെങ്കിൽ മറ്റു പ്രദേശത്ത് വേറെ ആളുകൾ ഉണ്ടാവാം. എല്ലാവരെയും കളവാക്കാനും ധിക്കരിക്കാനും ഇവർ പോകില്ലല്ലോ. അപ്പോൾ നൂഹ് നബിനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രവാചകനെ കളവാക്കിയാലും എല്ലാവരും കളവാക്കിയ ഫലമായി. അതുകൊണ്ട് കദ്ദബുർ റുസുല എന്ന് പറഞ്ഞ പ്രവചനാക്കി പറഞ്ഞു, പ്രവാചകന്മാരെ കളവാക്കി. ലമ്മ കദ്ദബുർ റുസുല, മുർസലീങ്ങളെ അവർ കളവാക്കിയപ്പോൾ അഗറഖ്നാഹും, അവരെ നമ്മൾ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ ഈ കപ്പൽ പണി തുടങ്ങി, കപ്പലിന്റെ പണി പൂർത്തിയായി. അങ്ങനെ നൂഹ് നബി ദുആ ചെയ്തല്ലോ. അത് നൂഹ് സൂറത്തിൽ 5-ാമത്തെ ആയത്താണ്. റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ. പടച്ചവനെ, രാപ്പകൽ ഭേദമന്യേ ഞാൻ എൻ്റെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എൻ്റെ ക്ഷണം അവർക്ക്, ഞാൻ ക്ഷണിക്കും തോറും അവരെന്നിൽ നിന്ന് അകന്നു പോവുക. കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അവരെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ക്ഷണിക്കുമ്പോൾ അവർ കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും, അവർ ഓടിപ്പോവുക എന്നിൽ നിന്ന്. വേറെ ആയത്തിലുണ്ട്, നൂഹ് സൂറത്തിൽ തന്നെ, അവര് ചേട്ടില് വസ്ത്രം തിരുക, പറയണത് കേൾക്കണ്ടെന്ന് വെച്ചിട്ട്, നോയെന്ന് പറയണ ഒന്നും കേൾക്കണ്ട എന്ന് വെച്ചിട്ട്. അങ്ങനെ അവര് വല്ലാതെ അഹങ്കരിച്ചു. അപ്പോ അവസാനം നൂഹ് നബി ദുആ ചെയ്യാണ്, ഖാല നൂഹു റബ്ബി ലാ തദ്ർ അലൽ അർളി മിനൽ കാഫിരീന തയ്യാറ. ഇത് ഈ സൂറത്തിലല്ല കേട്ടോ, ഫുർഖാൻ സൂറത്തിലുള്ള ആയത്തല്ല അത്. നൂഹ് സൂറത്തിൽ ഉള്ള, നൂഹ് സൂറത്തിന്റെ അവസാനം പറഞ്ഞ ആയത്താണ്. ഖാല നൂഹു റബ്ബി ലാ തദ്ർ അലൽ അർളി മിനൽ കാഫിരീന തയ്യാറ. അതുകൊണ്ട് പടച്ചവനെ, ഒരാളെയും ഈ ഭൂലോകത്ത് നീ അവശേഷിപ്പിക്കരുത്. ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ ഗഫാറ. ആരെങ്കിലും നീ ബാക്കി വെച്ചു കഴിഞ്ഞാൽ അവര് പെറ്റുപെരുകിക്കൊണ്ടുണ്ടാവുന്നതൊക്കെ കാഫിരീങ്ങളാവും, അവിശ്വാസികളാവും. അതുകൊണ്ട് ആരെയും നീ ഭൂലോകത്ത് നീ വെച്ചേക്കരുത്. അങ്ങനെയാണ് കപ്പൽ പണി ഒക്കെ ആയി. ഫാറത്തന്നൂർ ഉൽന എഹന്നൽ എന്നൊക്കെ പറഞ്ഞിട്ട് കപ്പൽ പണി പൂർത്തിയായപ്പോൾ അടുപ്പിൽ നിന്ന് വെള്ളം ഉറവ് പൊട്ടി, ആകാശത്തു നിന്ന് വലിയ പേമാരിയും വന്നു. അങ്ങനെ കത് കുതിരാന്ന ഖുർആന്റെ പ്രയോഗം, രണ്ട് വെള്ളവും കൂട്ടിമുട്ടി. അങ്ങനെ വലിയൊരു പേമാരിയായി രൂപാന്തരപ്പെട്ടു. അപ്പോ അങ്ങനെയാണ് ആ ചരിത്രം. സുദീർഘമാണ്, അത് മുഴുവനും പറയുന്നില്ല. അങ്ങനെ അവരെ നമ്മൾ മുക്കിക്കൊന്നു. അപ്പോ വിശ്വസിച്ച ആളുകൾ മാത്രം കപ്പലിൽ കയറി രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരൊക്കെ മുങ്ങി മരിച്ചു. അങ്ങനെ നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ലില്ലാലിമീന, അക്രമികളായ ആളുകൾക്ക്, അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷയെ നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ നൂഹ് നബിയുടെ ജനങ്ങൾക്ക് സംഭവിച്ചത്, മൂസ നബിയുടെ അതും പറഞ്ഞു, നൂഹ് നബിയുടെ പറഞ്ഞു. ഇനി ആദ് സമൂദ്. ആദ് എന്നുള്ളത് ഹൂദ് നബിയുടെ കൗമാണ്. അവരെ കൊടുങ്കാറ്റ് കൊണ്ടാണ് നശിപ്പിച്ചത്.
കൊടുങ്കാറ്റ് സമാനിയത്ത അയ്യാമിൻ 8 രാത്രി തുടർച്ചയായി അടിച്ചു വീശിയ കാറ്റിൻ്റെ ഫലമായിട്ട് അവരെല്ലാവരും ഇങ്ങനെ മറിഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ മരിക്കുകയാണ് ജനങ്ങൾ. അപ്പോൾ അവരെ ആ നിലയ്ക്ക് നശിപ്പിച്ചു. പിന്നെ സമൂദിനെ നശിപ്പിച്ചത് ആദം വ സമൂദ. സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചത് സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനങ്ങളായിരുന്നു സമൂദ്. അവർ നശിപ്പിച്ചു. അത് സമൂദ് അവർക്ക് ഒരു ഒട്ടകത്തെ അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒട്ടകത്തെ നിങ്ങൾ ആക്രമിക്കരുത്, വെള്ളം കുടിക്കുന്നത് മുടക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു സാലിഹ് നബി അലൈഹി സ്വലാം. പക്ഷെ അതൊന്നും അവർ വരവച്ചില്ല. നാക്കത്ത, അങ്ങനെ ഒട്ടകത്തെ അവർ അറുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ കൽപ്പന ലംഘിച്ചു, പറഞ്ഞതനുസരിച്ചില്ല, പ്രവാചകന്മാരോട് ധിക്കാരപൂർവ്വം പ്രവർത്തിച്ചത് കാരണമായിട്ട് അവരെ അള്ളാഹു നശിപ്പിച്ചു. അസ്ഹാബർ റസ്സി, റസ്സിൻ്റെ ആളുകൾ. റസ്സിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ കിണർ. വലിയ കണ്ടമാനം ആളുകൾ കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ കിണർ ആൾമറയില്ലാത്ത കിണറായിരുന്നു. അതങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അങ്ങനെ കുറേ ആളുകൾ അതിൽ നശിച്ചു. അത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ്. അപ്പോൾ അസ്ഹാബുർ റസ്സ് എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ ആളുകൾ. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമാണ്. ഖുറൂനം ബൈന ദാലിക, ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടമാനം തലമുറകളെയും നമ്മൾ നശിപ്പിച്ചു. കസീറ ബൈന ദാലിക ഖുറൂനം ബൈന ദാലിക, ഇതിൻ്റെ ഇടയ്ക്ക് തലമുറകൾ കസീറൻ, ധാരാളം തലമുറകളെയും നമ്മൾ നശിപ്പിച്ചു. അപ്പോൾ ഖൗമനൂഹിൻ ലമ്മാ കദ്ദബുർ റുസുല അഗ്റഖ്നാഹും വജഅൽനാഹും ആയ വഅതദ്നാ ലിദ്ദാലിമീന അദാബൻ അലീമാ വആദം വസമൂദ വഅസ്ഹാബർ റസ്സ് വഖുറൂനൻ ബൈന ദാലിക കസീറാ വകുല്ലൻ ളറബ്നാ ലഹുൽ അംസാല വകുല്ലൻ തബ്ബർനാ തത്ബീറാ. വകുല്ലൻ, എല്ലാവർക്കും ലറബ്ന നമ്മൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ലഹു ലറബ്ന ലഹു, അവർക്ക് നാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അംസാല, ഉദാഹരണങ്ങൾ. പല ആളുകളും കൗമും പ്രവാചകന്മാർ ധിക്കരിച്ചത് കാരണം അവർ നാശത്തിന് വിധേയരായിപ്പോയ രംഗങ്ങളൊക്കെ നമ്മൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനവർ വില വെക്കാതെ ആയപ്പോൾ കൊല്ലം തബ്ബർന തത്ബീറ, എല്ലാവരെയും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. ഇത് 39-ാമത്തെ. വലഖദ് അതൗ അലൽ ഖറിയത്തിൽ ലത്തി ഉംതിറത് മതറസൗ അഫലം യകൂനു യറൗനഹാ ബൽ കാനൂ ലാ യർജൂന നുശൂറാ. വലഖദ് അതൗ, അവര് വന്നു പോയിട്ടുണ്ട്. അതൗ, അവർ വന്നിട്ടുണ്ട്. അവർ ഈ കച്ചവടത്തിന് വേണ്ടി മുശ്രിക്കീങ്ങൾ, മക്ക മുശ്രിക്കീങ്ങളെ സിറിയയിൽ കൂടെ സിറിയയിലേക്ക് കച്ചവടമാർത്ഥം ഒക്കെ സഞ്ചരിക്കുന്നതുണ്ടായിരുന്നു. അങ്ങനെ പോകും വഴിക്കാണ് സദൂം പട്ടണം. സദൂം ലൂത്ത് നബിയുടെ നാടാണ്. ലൂത്ത് നബിയുടെ നാടിനെ അള്ളാഹു നശിപ്പിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സ്ഥലത്ത് അലൽ ഖറിയത്തി, ഈ നാട്ടിലൂടെ അവർ ഇങ്ങനെ നടന്നു പോവാറുണ്ട്. അത്തൗ അലൽ ഖറിയ, ഈ നാട്ടിലൂടെ, സദൂമിലൂടെ. അല്ലത്തി, എങ്ങനെയുള്ള നാട്? ഉംതിറത്ത് മത്തറസൗ, അതിൽ വർഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മത്തറസൗ, നീചമായ മഴ. അപ്പോൾ നീചമായ മഴ എന്ന് പറഞ്ഞാൽ കൽമഴ, അതിൽ വർഷിക്കപ്പെട്ടിട്ടുണ്ട്. അഫലം യക്കൂനു, അവരായിരുന്നില്ലേ, ആയിട്ടില്ലേ, റൗനഹ, അതിനെ കാണുന്നവരായിട്ടില്ലേ. ഈ നാട്ടിലൂടെ അവർ നാട്ടിൻ്റെ സമീപത്ത് കൂടെ നടന്നു പോകുമ്പോൾ ആ നാട് അവർ ശരിക്കും കണ്ടു മനസ്സിലാക്കിയിട്ടില്ലേ. അവിടെ അവർ, ആ നാട്ടുകാർ അനുഭവിച്ച ശിക്ഷകളെ സംബന്ധിച്ച് അവർക്ക് അറിവില്ലേ. ഇന്നും അത് തെളിവുള്ള വിധത്തിലാണല്ലോ ആ നാട് അവശേഷിക്കുന്നത്. അപ്പം അതൊക്കെ അവർ കണ്ട് മനസ്സിലാക്കിയിട്ടില്ലേ. എന്നിട്ടാണോ അവർ പ്രവാചകനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ ഖുർആനിനെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്?
എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വലഖദ് അത്തവ അലൽ ഖറിയത്തില്ലത്തി ഉംതിറത് മസ്റത് സൗ അഫലം യകൂനു യറൗനഹാ ബൽ കാനൂ ലാ യർജൂന നുശൂറാ. ബൽ എന്നല്ല, ഇതിന് കാരണം എന്താണെന്നറിയോ? ഇവർ ഈ നിലക്കൊക്കെ നീങ്ങണത് ലാ യർജൂന, അവര് പ്രതീക്ഷിക്കുന്നില്ല, നുശൂറൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ അവർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഒരു ബാഴ്സ്, ഒരു പുനർജന്മം ഉണ്ടാവുകയാണെങ്കിലല്ലേ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 40 ആയത്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ 41 ആയത്ത് മുതൽക്ക് നമുക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.